പഞ്ചസാര ഉപയോഗം കുറയ്ക്കുകയാണ് മലയാളികൾ. വിവിധ ആളുകളുടെ പ്രതികരണങ്ങൾ തേടുകയാണ് നമ്മൾ. കോട്ടയം കാഞ്ഞിരത്തുള്ള ജിമ്മിലേക്കാണ് ആദ്യം പോകുന്നത്. ജിമ്മന്മാരുടെ പ്രതികരണം കേട്ടുവരാം. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തിയിരിക്കുകയാണ്. കാഞ്ഞിരത്തുള്ള ഫിറ്റ്നസ് ഫസ്റ്റ് ജിമ്മിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പേര് ഈ സമയത്ത് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റിൻ്റെ മാറ്റമുണ്ട്, 2 ആഴ്ച കൊണ്ടുണ്ട്, ഒരു ലോസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സൈക്ലിങ്ങിൽ ഫസ്റ്റ് അടിച്ച കുട്ടിയുണ്ട്. ഷുഗർ കട്ടാണോ? അതെ അതെ. ഈ ചെറിയ പ്രായത്തിൽ ഷുഗർ കട്ട് വർക്കൗട്ടിൻ്റെയും കോമ്പറ്റീഷനൊക്കെ ഭാഗമായിട്ട് ഷുഗർ കട്ട് മെയിൻറ്റെയിൻ ചെയ്തു. അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് ആണുള്ളത്? സൈക്ലിങ്ങിലാണെങ്കിൽ നമുക്ക് ഒത്തിരി അണപ്പും കാര്യങ്ങളൊക്കെ കുറയ്ക്കാം. പിന്നെ മസിൽസൊക്കെ സ്ട്രെങ്ത് ആവാനും എല്ലാം ഷുഗർ. ഒരു 8 മാസം തൊട്ട് പൂർണ്ണമായിട്ട് ഷുഗർ കട്ടാണ്. ഷുഗർ കട്ട് കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടോ? ശരിക്കും നമ്മുടെ ശരീരത്തിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ തെളിയുകയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഭയങ്കരമായിട്ട് ഷുഗർ ഉപയോഗിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ടും വെയിറ്റ് കൂടി ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്തു. 1 മാസം കൊണ്ട് 4 കിലോ ഞാൻ കുറച്ചു. എല്ലാവരോടും പെട്ടെന്ന് നമ്മൾ ഷുഗർ കട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ കൊടുക്കുമ്പോൾ മെയിനായിട്ട് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത്. അത് ഒറ്റയടിക്കല്ല, പോകെ പതിയെ നമ്മൾ ഷുഗറിൻ്റെ അളവ്, അതായത് മെയിനായിട്ട് വൈറ്റ് ഷുഗർ കുറയ്ക്കാനാണ് നമ്മൾ മെയിനായിട്ടും പറയുന്നത്. പിന്നെ നോർമലി ഉള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളകത്തു നിന്നുള്ള ഷുഗർ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. എന്തായാലും നമ്മൾ ജിമ്മിലെ ആളുകളുടെ പ്രതികരണം തേടി ഇനി നമുക്ക് ചില കടക്കാരുടെയും അതോടൊപ്പം തന്നെ ചായക്കടയുടെയൊക്കെ വിവരങ്ങൾ ചോദിക്കണം. അവിടെയുള്ള കസ്റ്റമേഴ്സിനോടും കൂടെ ചോദിക്കണം. നമുക്ക് അവിടേക്ക് പോകാം. ആളുകൾ കടകളിൽ നിന്ന് പഞ്ചസാര വാങ്ങുന്നുണ്ടോ? എങ്ങനെയാണ് പഞ്ചസാരയുടെ വിൽപ്പനയുടെ കാര്യങ്ങളൊക്കെ? അത് ചോദിച്ചറിയാൻ വേണ്ടി നമ്മൾ നാഗമ്പടത്തുള്ള ഒരു പലചരക്കടയിൽ എത്തിയിട്ടുണ്ട്. പഴയ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പകുതിയോളം കുറഞ്ഞു. എന്ന് വെച്ചാൽ പലരും ഇപ്പം പഞ്ചസാര ഒഴിവാക്കുക, ഹെൽത്ത് കോൺഷ്യസാണ്. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് കുറേ വിഷങ്ങളുണ്ടെന്ന് കുറച്ച് പലരും ഒഴിവാക്കുക. പഞ്ചസാര ഉപയോഗിക്കുന്ന ആളാണോ? അല്ല, ഞാൻ വർക്കൗട്ട് ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്കൊരു ചായക്കടയിലേക്കാണ് പോകേണ്ടത്. ചായക്കടയിൽ എത്തുമ്പോൾ എന്തായാലും ആളുകൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ടോ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് ചായക്കടയിൽ പോയി കാണാം. ഇനിയിപ്പോൾ ചായക്കടയിൽ കാണാം. രാവിലെയും വൈകിട്ടും ഓരോ ചായ, അതില്ലാതെ മലയാളികൾക്ക് പറ്റുമോ? എന്തായാലും ചായയാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ പഞ്ചസാര കഴിപ്പിക്കുന്ന ഐറ്റം. ചായ കുടിക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കാം, പഞ്ചസാര ഉപയോഗം ഉണ്ടോ ചായയിൽ? പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. എത്ര നാളായി? കുറെ നാളായി. അടുത്ത് പഞ്ചസാര ഉപയോഗിക്കുന്ന ആളാണോ? പഞ്ചസാര ചായക്കകത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വേറെ പഞ്ചസാരയോട് താല്പര്യമില്ലാത്ത ആളാണ്. പഞ്ചസാര അടങ്ങിയ ഫുഡുകളൊക്കെ, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള അതൊക്കെ ഒഴിവാക്കിയോ? അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ പറ്റിപ്പോവും, കഴിച്ചു പോകും. പക്ഷേ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പഞ്ചസാര വിഷമാണെന്നാണ് പറയുന്നത്. നമ്മൾ ഷുഗർ കട്ടൊക്കെ എടുക്കാറുണ്ട്. പഞ്ചസാര ഞാൻ കഴിഞ്ഞ 15 വർഷമായി ഉപയോഗിക്കുന്നില്ല. ഷുഗറിൻ്റെ ഒരു പ്രോബ്ലം കാണിച്ചപ്പോൾ മുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല. തീർച്ചയായിട്ടും, കാരണം പഞ്ചസാര ഉപേക്ഷിച്ചതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് ഭൂരിഭാഗം ആളുകളും പഞ്ചസാര ഉപയോഗം കുറച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. കൂടുതൽ ആളുകളും ആരോഗ്യ പരിപാലനത്തിന് ശ്രദ്ധ കൊടുക്കുന്നുവെന്നും അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. കോട്ടയത്തു നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.